ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്നൈഡറിൻ്റെ ഡബിൾ ഡോർ 12W DB ആണ്. DB എന്താണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വ്യൂ. നമ്മൾ സ്നൈഡർ ഇലക്ട്രിക്കലിൻ്റെ 12W DB ആണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 2060 രൂപയാണ്, അതായത് ഒരു 1800 റേഞ്ച് വരും. ഇതിൻ്റെ അത് തന്നെ എഴുതിയിട്ടുണ്ട് SPN 12W DB സ്നൈഡർ. നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള DB ആണ് സ്നൈഡർ. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സ്നൈഡർ തന്നെയാണ്. സ്നൈഡറിൻ്റെ തന്നെയാണ് RCCBയും അതേപോലെ MCBകളും നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, വില ഇച്ചിരി കൂടുതലാണെങ്കിൽ പോലും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. നീണ്ടു നിൽക്കുന്നതും സ്നൈഡറിൻ്റെ എല്ലാ സാധനങ്ങളും നീണ്ടു നിൽക്കുന്നുണ്ട്. കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ അങ്ങനെ വലുതായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ടാണ് സ്നൈഡർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 12W എടുത്തത്. അപ്പം 12W എങ്ങനെയാണ് ഉള്ളതാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ തന്നെ അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് കൊണ്ടൊക്കെ പാക്ക് ചെയ്ത് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് അല്ലാതെ തന്നെ ഒരു ഫൈബർ കോട്ടിങ്ങും ഉണ്ട്. അത് 4 സ്ക്രൂ വെച്ച് 2 സൈഡായിട്ട് 8 സ്ക്രൂവിൻ്റെ അകത്ത് മുറുക്കി വെച്ചേക്കാണ്. കാരണം ഇത് വെക്കുന്നത് ഈ കാണുന്ന വാളിൻ്റെ അകത്ത് നമ്മളിത് കട്ട് ചെയ്ത് കയറ്റിയതിന് ശേഷം ചാന്തോ സിമെൻറ്റോ അങ്ങനെയുള്ള ഗ്രൗട്ടോ ഒന്നും വീഴാതിരിക്കാനാണ്. അതായത് DBയുടെ അകത്ത് അതൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. ഇത് നല്ലൊരു കാര്യം തന്നെയാണ് ഇങ്ങനെ ഉള്ളത്, കാരണം സേഫായിട്ടിരുന്നോളും. അതുപോലെ ഈ 4 സ്ക്രൂ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ അടുത്തത് വരുന്ന ഒരു സെക്കൻഡ് ഡോറായിട്ട് അടുത്ത ഡോറാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ, അതായത് ബേസ് വേറെയും അതിൻ്റെ അകത്ത് അടുത്ത ഡോറും അങ്ങനെയുള്ള രീതിയിലാണ് ഡബിൾ ഡോറായിട്ടാണ് ഇത് വരുന്നത്. കാരണം ഇതിനൊരു കവറിങ്ങും കൂടുണ്ട്, അതായത് ഓപ്പൺ ക്ലോസ് ഒരു കവറിങ്ങും കൂടുണ്ട്. അതേപോലെ ബോഡി എർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എർത്തിങ്ങിൻ്റെ ചിഹ്നവും അവരതിൽ കൊടുത്തിട്ടുണ്ട്. ഈ 4 സ്ക്രൂവും ഇതേപോലെ അഴിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന പ്ലേറ്റ് നമുക്ക് ഊരിയെടുക്കാം. ഇതേപോലെ നമുക്കിങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. 4 സ്ക്രൂവും ഇതേപോലെ ഊരിയെടുത്ത് മാറ്റി വെക്കാം. അതേപോലെ എല്ലാ സ്ക്രൂകളും സേഫായിട്ട് വെച്ചേക്കണം. സ്ക്രൂ നഷ്ടപ്പെടുത്താൻ പാടില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് അതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളും ഉണ്ട്. കാരണം എങ്ങനെയാണ് അത് വാളിൽ ഫിക്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓപ്പണായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും അതിൽ തന്നെ ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇത് കണ്ടാൽ തന്നെ അറിയാം. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇത് നോക്കി കറക്റ്റോ അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇതിൽ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് അതിൻ്റെ ബസ് ബാറാണ്. ഫേസ് ബാറാണ് വരുന്നത്. ഫേസ് ബാറും മറ്റുള്ളവയെ അപേക്ഷിച്ച് നല്ല ടെമ്പറായിട്ടും അതേപോലെ പ്ലാസ്റ്റിക് ബീഡിങ്ങും കൊണ്ട് കവർ ചെയ്താണ് വച്ചേക്കുന്നത്. ഇതേപോലെ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. RCCBയിൽ നിന്ന് MCBയിലോട്ട് ഇതേപോലെ അതിൻ്റെ അടി ടെർമിനലിൽ നിന്നാണ് കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഈ ബാറിൻ്റെ അകത്ത് തന്നെ ഒരു പ്ലാസ്റ്റിക് നല്ല ഹെവി ആയിട്ടുള്ള പ്ലാസ്റ്റിക് കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. കാരണം അങ്ങനെ ചെയ്യുന്ന നല്ലത് തന്നെയാണ്. കാരണം ബോഡിയായിട്ട് ടച്ച് ആവുകയോ അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ മുട്ടി ഷോക്ക് അടിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ വരുന്നത് ഒരു എക്സ്ട്രാ ഒരു ഡമ്മി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡോർ ലോക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇത്രയേ ഉള്ളൂ വരുന്നത്. 2 സൈഡിലും, അതായത് DBയുടെ 2 സൈഡിലും എർത്തിങ് ആണ്. പിന്നെ അതേപോലെ ഏറ്റവും ടോപ്പിൽ കാണുന്നത് ന്യൂട്രൽ ബാറുമാണ്. ഇതിൻ്റെ അകത്താണ് നമുക്ക് MCBകളും RCCBയും അതേപോലെ ഐസൊലേറ്ററും നമുക്ക് കയറ്റേണ്ടത്. അപ്പം എത്ര സർക്യൂട്ട് ഉണ്ടോ അത്രയും സർക്യൂട്ടുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറ്റാം, മൊത്തത്തിൽ കയറ്റാൻ പറ്റും. അങ്ങനെ 12 MCBകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറ്റാം. ഏറ്റവും ടോപ്പിൽ കവർ ചെയ്ത് വെച്ചത് ന്യൂട്രൽ ലിങ്കാണ്. അതേപോലെ റൈറ്റും ലെഫ്റ്റും നമുക്ക് ഇതിൽ എർത്ത് ലിങ്കുകളും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിങ്ങനെ എർത്ത് ലിങ്കുകൾ കൊടുക്കുന്നതാണ് ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. കാരണം അതിൻ്റെ അകത്തൂടെ തന്നെ നമുക്ക് വയറ് കയറ്റി ഇറക്കി പോകാൻ നല്ലതാണ്. ബോക്സിൻ്റെ 2 സൈഡും 25-ൻ്റെ അളവിനാണ് പൈപ്പ് വെച്ചേക്കുന്നത്. അതേപോലെ DBയിലും അതേപോലെ തന്നെയാണ് വെച്ചേക്കുന്നത്. ഏറ്റവും ടോപ്പിലും താഴേന്നുമാണ് പൈപ്പ് കയറാനും. അതേപോലെ 2 സൈഡായിട്ട് നമുക്ക് എർത്ത് പൈപ്പ് കയറാനും വേണ്ടിയിട്ടുള്ള അളവിനാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇത് താഴോട്ടൊന്ന് പ്രസ് ചെയ്താൽ ഈ ലോക്ക് നമുക്ക് എടുത്ത് കളയാം. ഇതിൻ്റെ അകത്തൂടെയാണ് നമുക്ക് പൈപ്പ് കയറ്റേണ്ടത്. അല്ലാതെ കൂടുതൽ പൈപ്പ് ഉണ്ടെങ്കിൽ എത്രയാണോ നമുക്ക് വേണ്ടത് പൈപ്പിൻ്റെ അളവിന് നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ ടോപ്പിലത്തെ പ്ലേറ്റ് നമുക്ക് അഴിച്ചെടുത്തിട്ട് അത് ഗ്രൈൻഡർ കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ താഴെ സൈഡിലും
ഇതേപോലെയാണ് നമുക്ക് പൈപ്പ് കയറ്റാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇതിൽ 4 സൈഡിലും ഓപ്പൺ ആയിട്ടാണെന്നുണ്ടെങ്കിൽ 4 സൈഡിലും ഇതിൻ്റെ സ്ക്രൂ അതിൻ്റെ ബേസിൽ തന്നെ നമുക്ക് അടിച്ച് വെക്കാനുമുണ്ട്. പിന്നെ വരുന്നതിൻ്റെ കവറാണ്, അതായത് ഡോറാണ് വരുന്നത്. ഡോറും നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഡോറ് തന്നെയാണ്. അതിൻ്റെ ഓപ്പൺ ലോക്ക് തന്നെ നല്ലൊരു ഇതുണ്ട്. ഈ ലോക്കിൻ്റെ അകത്ത് നമ്മൾ അതായത് ബെഡ്റൂമിൻ്റെയൊക്കെ ഡോറ് തുറക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് പിടിച്ച് തുറക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ഈ ഡോറിൽ തന്നെ 2 ലോക്കുകൾ വെച്ചേക്കുന്നത്. നമ്മൾ അതായത് ഈ 4 സ്ക്രൂകൾ നേരത്തെ കണ്ടില്ലേ, നമ്മളതിൻ്റെ ആദ്യത്തെ ആ ഫൈബറിൻ്റെ ആ ഷീറ്റ് ഇളക്കി കളഞ്ഞ് അതേ സ്ക്രൂ വെച്ചാണ് ഈ ഡോറ് സെറ്റ് ചെയ്യുന്നത്. ഈ കാണുന്ന ഹോളുമായിട്ട് ആ സ്ക്രൂകൾ കയറ്റി മുറുക്കിയാൽ മതി. അതുകൊണ്ടാണ് പറഞ്ഞത് അതിലെ സ്ക്രൂകൾ കളയരുത്, സേഫായിട്ട് തന്നെ വെച്ചേക്കണം എന്നുള്ളത്. പിന്നെ ഈ ഡോറ് വന്ന് അടയുന്ന ഭാഗത്ത് ഒരു പ്ലാസ്റ്റിക് ബീഡിങ്ങും കൊടുത്തിട്ടുണ്ട്. കാരണം ഡോറ് വന്ന് അടയുന്ന ആ ഗ്യാപ്പ് ആ ബീഡിങ്ങിൻ്റെ അകത്താണ് വന്ന് തട്ടി നിൽക്കുന്നത്. ഇതെല്ലാം അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് സ്നൈഡർ. എന്തായാലും മേടിച്ച് ഉപയോഗിച്ച് നോക്കുക. ഞങ്ങളുടെ ഇതിൽ ഏറ്റവും ബെറ്ററായിട്ടൊരു സാധനം തന്നെയാണ് സ്നൈഡറിൻ്റെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.